പ്രിയമുള്ളവരെ, ഞാൻ ഇന്നലെ കണ്ട ഒരു വാർത്ത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വാർത്ത ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതെ, ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, അതുപോലുള്ള വയറുവേദന തുടങ്ങിയ, അതായത് ഗ്യാസിൻ്റെ വകഭേദങ്ങൾ, ഇതുപോലുള്ള പ്രയാസങ്ങൾക്കൊക്കെ സ്ഥിരമായി നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയവും കിഡ്നിയും ഒക്കെ തകരാറിലാവാനുള്ള സാധ്യതയുണ്ട്. പഠനങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക്. പക്ഷെ എന്നാലും പല ആളുകൾക്കും ഇപ്പോഴും ആ ഒരു കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ആലോചിക്കുക, വളരെ ലളിതമായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഗ്യാസ് ട്രബിൾ പോലുള്ള അസുഖങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. എന്നും കഴിക്കാൻ പറ്റില്ല, ഗ്യാസാണ്. എന്നും കഴിച്ചുകൂടാ, ഗ്യാസാണ്. കപ്പ കഴിച്ചുകൂടാ, അല്ലെങ്കിൽ പയറ് കഴിച്ചുകൂടാ, കടല കഴിച്ചുകൂടാ, പുട്ട് കഴിച്ചുകൂടാ, അല്ലേ? അതൊന്നും പറ്റില്ല, ഗ്യാസാണ്. എന്നാലും ആ ഗുളിക ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല, വൈകുന്നേരം വരെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക. പിറ്റേന്ന് രാവിലെ ഒരു ഗുളിക, ചെറിയ ഗുളിക കഴിച്ചാൽ മതി. ഈ രീതിയിൽ ഗുളിക കഴിക്കുന്ന പല ആളുകളും നമുക്കിടയിലുണ്ട്. എന്നാൽ അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ ഹൃദയവും കിഡ്നിയും ഒക്കെ തകരാറിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ഈ വളരെ ലളിതമായി നമുക്കൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന അസുഖമാണ് ഗ്യാസ് ട്രബിൾ എന്നുള്ളത്. അക്യുപങ്ക്ചർ പോലുള്ള മരുന്നില്ലാത്ത ചികിത്സകളിലൂടെ ഇതിനെ തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് ഇതിൻ്റെ അസ്വസ്ഥതകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ മര്യാദകളുണ്ട്, ഇതൊക്കെ പാലിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഗ്യാസ് ട്രബിൾ എന്ന അസുഖം പരിപൂർണമായിട്ട് സുഖപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അക്യുപങ്ക്ചർ പോലുള്ള മരുന്നില്ലാത്ത ചികിത്സകൾ ഉപയോഗപ്പെടുത്തുക. താങ്ക് യു.